ഹലോ, എല്ലാവർക്കും കന്നഡ വിത്ത് ലാംഗ്വേജ് ലാബിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു ക്ലിപ്പാണ് കാണിക്കുന്നത്. ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യാനുള്ള കാരണം, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഇത്രയും നാൾ ഈ ചാനൽ ഫോളോ ചെയ്ത ഒരാൾക്ക് യാതൊരു സഹായം കൂടാതെ, പ്രത്യേകിച്ച് വിശദീകരണമൊന്നും കൂടാതെ, വളരെ വ്യക്തമായി ഈ നേറ്റീവ് സ്പീക്കർ സ്വാഭാവികമായി തൻ്റെ ജീവിതത്തിൽ പറയുന്ന കന്നഡ വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. കുറച്ചും കൂടെ വ്യക്തതയ്ക്ക് വേണ്ടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് പറയുകയാണ്. മംഗലാപുരത്തൊരു കടൽ തീരത്ത് ബയോലുമിനസൻസ് എന്ന പ്രഭാവം നേരിട്ട് കാണാനായി പോകുന്ന ഒരാൾ പറയുന്ന ചില ഡയലോഗുകളാണ്. ബയോലുമിനസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നാമിനിങ്ങൊക്കെ ലൈറ്റ് ഉണ്ടാക്കുന്നത് ബയോലുമിനസൻസ് എന്ന പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്. നിങ്ങൾ കുമ്പളങ്ങി നൈസ് എന്ന പടം കണ്ടിട്ടുണ്ടെങ്കിൽ പുഴയിൽ നിന്ന് തിളങ്ങുന്ന ലൈറ്റ് വരുന്ന രംഗമുണ്ട്. അതേ സാധനം കടലിൽ നിന്ന് വൻതോതിൽ വലിയൊരു വിശാലമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാനായി പോകുന്ന ആൾ പറയുന്ന ವಾಕ್ಯಗಳನ್ನು ನಾನು ಕಾಣಿക്കാൻ പോകുന്നത്. ಇವತ್ತು ಒಂದು ಸ್ಪೆಷಲ್ ಮತ್ತೆ ಅನ್ಪ್ಲಾನ್ಡ್ ವ್ಲಾಗ್. ಯಾಕಂದ್ರೆ ಆಲ್ಮೋಸ್ಟ್ ರಾತ್ರಿ 10:30 ಆಗಿದೆ. ನಾವು ಒಂದು ಟೀಮ್ ಮಾಡ್ಕೊಂಡು ಈಗ ಬೀಚ್ ಹತ್ರ ಹೊರಟಿದ್ದೇವೆ. ರೀಸನ್ ಏನಂದ್ರೆ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ ಮಂಗಳೂರಿಂದ ನಮ್ಮ ಸೀಶೋರ್ ಏನಿದೆ ಅಲ್ಲಿ ಒಂದು ಬಯೋ ಎಲಿಮಿನೆಸೆನ್ಸ್ ಅಂತ ಒಂದು ಕಾನ್ಸೆಪ್ಟ್ ನಿಮ್ಗೆ ಗೊತ್ತಿರಬಹುದು, ಟಿವಿಯಲ್ಲೆಲ್ಲ ನೋಡಿರ್ತೀರಾ. ಏನಂದ್ರೆ ಸಮುದ್ರದ ಅಲೆಗಳೇನಿದೆ ಅದರಲ್ಲಿ ಒಂದು ನೀಲಿ ಕಲರ್ ಲೈಟ್ ಬರ್ತಾ ಇದೆ. ಸೊ ಅದನ್ನ ನೋಡಕ್ಕಂತ ಹೊರಟಿದೀವಿ. ಯಾಕಂದ್ರೆ ಈಗ ಕುಂದಾಪುರ ಸೈಡ್ ಪಾಸ್ ಆಗಿ ಹೋಗ್ತಾ ಇದೆ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ വിശദാക്കേണ്ട കാര്യമില്ല. കാരണം ഈവത്ത് നിങ്ങൾക്കറിയാം, ಮತ್ತೆ ಯಾಕಂದರೆ എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ ഒരു വ്യക്ತಾക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, ನಾವೊಂದು ಟೀಮ್ ಮಾಡಿಕೊಂಡು ಬೀಚ್ ಹತ್ತಿರ ಹೊರಟಿದ್ದೀವಿ. ನಾವು ಒಂದು ടീം ಮಾಡಿಕೊಂಡು, ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ട്, ടീം ഇട്ടുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇട്ടുകൊണ്ട് ആക്കിക്കൊണ്ട് ബീച്ച് ഹത്തിര, ബീച്ചും ഹത്തിരയൊക്കെ അറിയാം, ബീച്ച് ഹത്തിര ಹೊರಟಿದ್ದೀವಿ അതും അറിയാം. ഇവിടെ ശ്രദ്ധിക്കാനായി പറയുകയാണ്, ബീച്ചിനടുത്തേക്ക് പുറപ്പെട്ടു. ബീച്ച് ഹത്തിര ಹೊರಟಿದ್ದೀವಿ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ಹೊರಟಿದ್ದೇವೆ എന്നും പറയാം. നമ്മളെങ്ങനെ ഞാൻ ಚೆನ್ನಾಗಿದ್ದೇನೆ എന്നും ಚೆನ್ನಾಗಿದ್ದೀನಿ എന്നും പറയുന്നു, അതേപോലെ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉള്ളതാണ്. നമ്മൾ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓൾറെഡി പുറപ്പെടുക എന്ന കാര്യം സംഭവിച്ചു, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. ಹೊರಟಿದ್ದೇವೆ വളരെ സ്പോക്കണായി ಹೊರಟಿದ್ದೀವಿ. നാവ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ಹೊರಟಿದ್ದೀವಿ, നാവ് ಹೊರಟಿದ್ದೀವಿ. പുതിയ ക്രിയാപദങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വെച്ചാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വെച്ച് പറഞ്ഞാൽ ഞാൻ ಹೊರಟಿದೆ എന്ന് പറയാം, പക്ഷേ അതിനേക്കാൾ വളരെ ജനകീയം ഞാൻ ಹೊರಟೆ, ഞാൻ ಹೊರಟೆ, അവന് ಹೊರಟ, അല്ലെങ്കിൽ അവന് ಹೊರಟನು, അവർ ಹೊರಟರು, ನೀವು ಹೊರಟ್ರಿ. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ തുടർന്ന് പറയുകയാണ്. ഞാൻ പുറപ്പെട്ടിരുന്നു, ഞാൻ ಹೊರಟೆ, ഞാൻ ಹೊರಟಿದ್ದೆ, ഞാൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ಹೊರಟಿದ್ದೇನೆ, അല്ലെങ്കിൽ ഞാൻ ಹೊರಟಿದ್ದೀನಿ, ഞാൻ പുറപ്പെട്ടു. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഞാൻ സബ്ജക്റ്റ് ആവുമ്പോൾ ഞാൻ ಹೊರಟಿದ್ದೇನೆ, അല്ലെങ്കിൽ ഞാൻ ಹೊರಟಿದ್ದೀನಿ. ഈ ദേനെ എന്നുള്ള പാറ്റേണിനേക്കാൾ കുറച്ചും കൂടെ സ്പോക്കൺ ദീനി എന്നുള്ള പാറ്റേണാണ്. ഫാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഞാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ಹೊರಟುತ್ತಿದೆ, ഞാൻ ಹೊರಟುತ್ತಾ ಇದೆ, അല്ലെങ്കിൽ ഞാൻ ಹೊರಟುತ್ತಿದೆ, ഞാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ಹೊರಟುತ್ತಿದ್ದೇನೆ, ഞാൻ ಹೊರಟುತ್ತಾ ಇದ್ದೇನೆ, അല്ലെങ്കിൽ ഞാൻ ಹೊರಟುತ್ತಿದ್ದೇನೆ. ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഞാൻ പല ക്ലാസ്സുകളിലും അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ തിದ್ದೇനെ എന്നുള്ളത് തിദ്ദീനി എന്നും പറയാം. ഞാൻ ಹೊರಟುತ್ತಿದ್ದೇನೆ എന്നുള്ളത് ഞാൻ ಹೊರಟುತ್ತಿದ್ದೀನಿ എന്നും പറയാം. കുറച്ചും കൂടെ സ്പോക്കണായി തിദ്ദീനി എന്നുള്ള പാറ്റേണാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കേൾക്കുക. ഇത് ഈ ടെൻസിൽ ഞാനും സബ്ജക്റ്റ് ആയിരിക്കും മാത്രമല്ല, നാവും നീ ഒക്കെ വരുമ്പോൾ ഇതിനനുസരിച്ച് ഈ വരും എന്ന് ഓർമ്മിക്കുക. നമ്മൾ കൂടുതൽ ഇത്തരത്തിലുള്ള പടത്തിൽ നിന്ന് എടുക്കുന്ന ക്ലിപ്പുകൾ, ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ വെച്ച് ക്ലാസ് പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായി വരും. ഇനി സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ആ പാറ്റേൺ, ഞാൻ ಹೊರಟುತ್ತೇನೆ, ഞാൻ പുറപ്പെടും. ഈ ಹೊರಟುತ್ತೇನೆ എന്നുള്ളതിനേക്കാൾ കുറേ കൂടെ സ്പോക്കൺ ഞാൻ ಹೊರಟುತ್ತೀನಿ, തീനി വെച്ചുള്ളതാണ്. നമ്മളിതൊക്കെ പല ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഒക്കെ ഓർമ്മിച്ച് വെക്കുക. ರೀಸನ್ ಏನೆಂದರೆ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ, ರೀಸൺ ಏನೆಂದರೆ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ, കഴിഞ്ഞ കുറച്ച് നാളുകളായി,
കളിത തന്നെയാണ് കളത. നമ്മൾ കളതവാര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ കളത തന്നെയാണ് കളിത. ഇതൊക്കെ ഇത്തരത്തിലുള്ള സ്പോക്കൺ വേരിയൻസ് ശ്രദ്ധിക്കുക. കളിത ಕೆಲವು ದಿನಗಳಿಂದ. ಕೆಲವು എന്നുള്ളതിൻ്റെ സ്പോക്കൺ വേരിയൻ്റാണ് ಕೆಲವು. നമ്മൾ മുമ്പ് ಏನು ಮಾಡೋದು എന്ന് പഠിച്ചിട്ടുണ്ട്. ಏನು ಮಾಡೋದು എന്താ ചെയ്യുന്നത്? ಏನು ಮಾಡುವುದು. ಏನು ಮಾಡುವುದು ആണ് ಏನು ಮಾಡೋದು ആവുന്നത്. അതായത് ഈ വുതു വു സൗണ്ട് ഓ സൗണ്ടായി പല സ്ഥലത്ത് വരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ പക്ഷികളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ പറക്കുക എന്നുള്ളതിന് ഹാറാടുವುದು എന്നാണ് പറഞ്ഞത്. ഹാറാടുವುದು. പക്ഷെ വളരെ സ്പോക്കണായി നമ്മൾ പറയുമ്പോൾ ഹാറാഡോതു എന്നായി. ഹാറാടുವುದು എന്നുള്ളത്. അതുപോലെയാണ് ಕೆಲವು വു എന്നുള്ളത് ഓ എന്നാവുന്നത്. ಕೆಲವು ദിനಗಳಿಂದ, ചില ദിവസങ്ങളായി. അപ്പോൾ എവിടെയൊക്കെ ചില എന്ന് നമുക്ക് പറയണം, അവിടെയൊക്കെ ಕೆಲವು എന്ന് പറയാം. നമുക്ക് ആ ലാ ശബ്ദം കൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ചില സ്ഥലത്ത് കുറച്ച് എന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായെന്നും ചില ദിവസങ്ങളായെന്നും പറഞ്ഞാലും കറക്റ്റാണ്. ഓർമ്മിക്കേണ്ടത്, നമ്മൾ കുറച്ച് വെള്ളം എന്താ എന്നൊക്കെ പറയുന്നതിന് സ്വൽപ്പ നീറ് കൊടി, സ്വൽപ്പ എന്നാണ് പറയുന്നത്. കുറച്ച് വെള്ളം, സ്വൽപ്പ നീറു. ഇവിടെ നമ്മൾ ಕೆಲವು നീറു എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. കാരണം ചില എന്ന അവിടെ ചില എന്ന് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ചില വെള്ളം എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചില എന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഈ ಕೆಲವು എന്ന് ഉപയോഗിക്കുന്നത്. കന്നഡയിൽ ചിലർ എന്ന് പറയാൻ ಕೆಲವರು എന്നുള്ളത് വീണ്ടും ഷോർട്ടായി നമ്മൾ ಕೆಲವರು എന്ന് പറയും. നമ്മളും മലയാളത്തിൽ ചിലർ എന്നുള്ളത് ചിലവര് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണിത്, ಕೆಲವರು. ರೀಸನ್ ಏನಂದ್ರೆ ಕಳೆದ ಒಂದು ಕೆಲವು ದಿನಗಳಿಂದ ಮಂಗಳೂರಿಂದ ನಮ್ಮ ಸೀಶೋರ್ ಏನಿದೆ ಅಲ್ಲಿ ಒಂದು ಬಯೋ ಎಲಿಮಿನೆಸೆನ್ಸ್ ಅಂತ ಒಂದು ಕಾನ್ಸೆಪ್ಟ್ പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ ಮ್ಯಾಂಗ್ಳೂರಿಂದ ನಮ್ಮ ಸೀಶೋರ್ ಏನಿದೆ ಅಲ್ಲಿ ಒಂದು, ഇവിടെ ನಮ್ಮ സീഷോറಲ್ಲಿ ಒಂದು എന്ന് പറഞ്ഞാൽ മതി. പറയുന്നത് ನಮ್ಮ സീഷോർ ಏನಿದೆ ಅಲ್ಲಿ ಒಂದು എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഏനു എന്നൊക്കെ അവിടെ കയറി വരുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ പറയും, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അതുപോലെ സംസാരിക്കുമ്പോൾ അതിപ്പോൾ പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ കടൽ, എന്താ തിരമാല, അത് ഇങ്ങനെ പറയുന്ന പോലെയാണ് പുള്ളി ഇടക്ക ഏനുമൊക്കെ അവിടെ കയറി വന്നിട്ടുള്ളത്. നമ്മ സീഷോർ ഏനിದೆ. അപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മ സീഷോറല്ലി ഒന്തു എന്നാണ് സാധാരണയായി നിങ്ങൾക്ക് വാക്കുകളൊക്കെ കിട്ടിയാൽ നന്നായി നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കയറി വരുന്നു എന്നതൊക്കെ മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ಬಯೋ ಎಲಿಮಿನೆಸೆನ್ಸ್ ಅಂತ ಒಂದು ಕಾನ್ಸೆಪ್ಟ್ ನಿಮ್ಗೆ ಗೊತ್ತಿರಬಹುದು, ಟಿವಿಯಲ್ಲೆಲ್ಲ ನೋಡಿರ್ತೀರಾ. ನಿಮಗೆ ಗೊತ್ತಿರಬಹುದು, ಟಿ ವಿಯಲ್ಲಿ ಎಲ್ಲ ನೋಡಿರ್ತೀರಾ. ನಿಮಗೆ ಗೊತ್ತಿರಬಹುದು, നിങ്ങൾക്ക് അറിയുമായിരിക്കും. ബഹുദു നമ്മൾ മുമ്പ് പഠിച്ചാണ് ബഹുദുവിൻ്റെ ആ പ്രയോഗം. അതേ തരത്തിലുള്ള പ്രയോഗം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ അറിയുമായിരിക്കും, ആ ഇരിക്കും എന്നുള്ള പ്രയോഗം അതുപോലെ കന്നഡയിൽ വരുമ്പോഴാണ് ആ ഇരിക്കുക അവിടെ തന്നെ വരുന്നത്. ಗೊತ್ತಿರಬಹುದು. ഇപ്പോൾ പറയുമായിരിക്കും എന്നാണെങ്കിൽ ಹೇಳಿರಬಹುದು. ചെയ്യുമായിരിക്കും എന്നാണെങ്കിൽ ಮಾಡಿರಬಹುದು. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രിയ പറയുമായിരിക്കും, ചെയ്യുമായിരിക്കും, കേൾക്കുമായിരിക്കും എന്നൊക്കെ പറയണമെങ്കിൽ ഇതേപോലെ ആ ക്രിയ പ്ലസ് ഇരബഹുദു എന്ന് ചേർത്താൽ മതി. ബഹുദു പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇതും. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരുന്നിരിക്കും, പാസ്റ്റായി. ನಿಮಗೆ ಗೊತ್ತಿರಬಹುದಿತ್ತು, ನಿಮಗೆ ಗೊತ್ತಿರಬಹುದಿತ್ತು. ಮಾಡಿರಬಹುದು, ചെയ്യുമായിരിക്കും, ಮಾಡಿರಬಹುದಿತ್ತು, ചെയ്യുമായിരുന്നിരിക്കണം. ಹೇಳಿರಬಹುದು, പറയുമായിരിക്കും, ಹೇಳಿರಬಹುದಿತ್ತು, പറയുമായിരുന്നിരിക്കണം. അപ്പോൾ ഈ തരത്തിലാണ് അത് മാറുന്നത്. ഞാൻ ഈ ക്ലാസ്സിന് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ബഹുദുവിനെ പറ്റിയും ബഹുദാഗിത്തൊക്കെ പറഞ്ഞ ആ ക്ലാസ്സിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ട് പഠിക്കുക, ഓർമ്മ ഒതുക്കുക. അടുത്തത് പുള്ളി പറയുന്നത് ಏನಂದರೆ ಸಮುದ್ರದ അലകളേനിದೆ. ഇതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. നമ്മുടെ മലയാളത്തിലും തിരമാലയ്ക്ക് അല എന്ന് പറയാറുണ്ട്, അലകൾ, തിരമാലകൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കന്നഡയിൽ നിങ്ങൾ ഒരുപാട് ക്ലാസ്സിലായി ഇപ്പോൾ ശ്രദ്ധിച്ചാണ്,
നമ്മുടെ കാ ശബ്ദം പലപ്പോഴും അവിടെ ഗാ ശബ്ദമായി മാറുന്നുണ്ട്. അലകളുമല്ല, അലകളു, തിരമാലകൾ, അലകളു. വീണ്ടും ടെൻസ് പാറ്റേണുകളൊക്കെ ശ്രദ്ധിക്കുക. നീലി കളർ ലൈറ്റ് ബെർത്തായിದೆ, നീലി കളർ ലൈറ്റ് ബെർത്തായിದೆ, നീല കളർ ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നു, ബെർത്തായിದೆ. ಬರುತ್ತಾ എന്ന് മാത്രമല്ല, ಬರುತ್ತಿದೆ എന്നും പറയാം. ಸೊ ಅದನ್ನು ನೋಡೋಕೆ ಅಂತ ಹೊರಟಿದ್ದೀವಿ. ಸೊ ಅದನ್ನು ನೋಡೋಕೆ, വീണ്ടും നോടുವುതൊക്കെ എന്നാണ് പറയേണ്ടത്, പക്ഷെ സ്പോക്കണായി നോടോക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോടോക്കെ അന്ത ಹೊರಟಿದ್ದೀವಿ, വീണ്ടും ಹೊರಟಿದ್ದೇವೆ എന്നുള്ളതിൻ്റെ വളരെ സ്പോക്കൺ ಹೊರಟಿದ್ದೀವಿ, കാരണം നാവുമാണ് സബ്ജക്റ്റ്, നാവ് ಹೊರಟಿದ್ದೀವಿ. അതുപോലെ പുള്ളി സമുദ്ರದ അലകളിಂದ നീലി കളർ ലൈറ്റ് ಬರ್ತಾ ಇದೆ എന്നതാണ് പറയേണ്ടത്, വളരെ ഫ്ലോ ആയി സംസാരിക്കാൻ പറ്റിയതെങ്കിൽ. പക്ഷെ പുള്ളി വരുന്നത് പോലെ ഇങ്ങനെ പറയുമ്പോൾ സമുദ്ರದ അലകളേനിದೆ, അപ്പോൾ അവിടെ ഏനിതെ ഒന്നും പറയണ്ട, കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ, അതായത് നമ്മ സീഷോർ ഏനിതെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിങ്ങനെ സംസാരിക്കുമ്പോൾ അത് നമ്മളെ കടപ്പുറം നമ്മൾ കാണാൻ പോയപ്പോൾ അത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വരുന്ന പാറ്റേണാണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനത്തെ ഒരു നല്ല രീതിയായി കണ്ട് ഫോളോ ചെയ്യരുത്. ಇವತ್ತು ಒಂದು ಸ್ಪೆಷಲ್ ಮತ್ತೆ ಅನ್ಪ್ಲಾನ್ಡ್ ವ್ಲಾಗ್. ಯಾಕಂದ್ರೆ ಆಲ್ಮೋಸ್ಟ್ ರಾತ್ರಿ 10:30 ಆಗಿದೆ. ನಾವು ಒಂದು ಟೀಮ್ ಮಾಡ್ಕೊಂಡು ಈಗ ಬೀಚ್ ಹತ್ರ ಹೊರಟಿದ್ದೇವೆ. ರೀಸನ್ ಏನಂದ್ರೆ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ ಮಂಗಳೂರಿಂದ ನಮ್ಮ ಸೀಶೋರ್ ಏನಿದೆ ಅಲ್ಲಿ ಒಂದು ಬಯೋ ಎಲಿಮಿನೆಸೆನ್ಸ್ ಅಂತ ಒಂದು ಕಾನ್ಸೆಪ್ಟ್ ನಿಮ್ಗೆ ಗೊತ್ತಿರಬಹುದು, ಟಿವಿಯಲ್ಲೆಲ್ಲ ನೋಡಿರ್ತೀರಾ. ಏನಂದ್ರೆ ಸಮುದ್ರದ ಅಲೆಗಳೇನಿದೆ ಅದರಲ್ಲಿ ಒಂದು ನೀಲಿ ಕಲರ್ ಲೈಟ್ ಬರ್ತಾ ಇದೆ. ಸೊ ಅದನ್ನ ನೋಡಕ್ಕಂತ ಹೊರಟಿದೀವಿ, ಯಾಕಂದ್ರೆ ಈಗ ಕುಂದಾಪುರ ಸೈಡ್ ಪಾಸ್ ಆಗಿ ಹೋಗ್ತಾ ಇದೆ. വീണ്ടും അവസാനം പറയുമ്പോൾ ടെൻസ് പാറ്റേൺ നോക്കുക. കുന്താപുര സൈഡ് അത് പാസ്സാಗಿ ಹೋಗ್ತಾ ಇದೆ, അങ്ങനെ പാസ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അങ്ങനെ വരേണ്ട കാരണം നമുക്കറിയാം, അതു ആണ് അവിടെ സബ്ജക്റ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ അതു ആയാലും മരായാലും കല്ലായാലൊക്കെ ഒരു പ്രത്യേക പാറ്റേണിൽ വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ച് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ആ ടെൻസ് പാറ്റേണും സ്പോക്കൺ കന്നഡയുള്ള പാറ്റേണും ഒക്കെ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ തന്നെ കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും നമ്മുടെ പടങ്ങൾ, ഓരോ ഫിലിം വെച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കൃത്യമായി ഫോളോ ചെയ്യുക. ഉടനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.